ഒരു സെൻ ഗുണപാഠകഥയുണ്ട്. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ വളരെ സുന്ദരിയും ആകർഷകയുമായിരുന്നു. അവളിൽ ജ്ഞാനത്തിനു വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം ഉണർന്നു. അങ്ങനെ അവൾ ഓരോരോ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അവിടെയുള്ള ആശ്രമങ്ങളിൽ ഭൂരിഭാഗം ശിഷ്യന്മാരും പുരുഷന്മാരായിരുന്നു. പുരുഷന്മാർ എപ്പോഴും പുരുഷന്മാരല്ലേ? അവരും വെറും ശിഷ്യന്മാർ മാത്രമാണ്. അത്ര വലിയ ജ്ഞാനം സിദ്ധിച്ചവരൊന്നുമല്ല. അവൾ വളരെ ആകർഷകയായിരുന്നതിനാൽ അവൾ ഓരോ ഗുരുവിന്റെ അടുത്തും ചെന്ന് എന്നെയും കൂടെ കൂട്ടു, എനിക്ക് ജ്ഞാനം വേണമെന്നാവശ്യപ്പെടുമ്പോൾ ഗുരുക്കന്മാർ കൈകൂപ്പി മാപ്പ് പറയുമായിരുന്നു. നിന്നെ ഞങ്ങൾ സ്വീകരിച്ചാൽ ഈ ആശ്രമത്തിൽ അനാചാരം പടരും. എന്റെ ഈ ശിഷ്യന്മാരെ എനിക്ക് നന്നായി അറിയാം. വഴിതെറ്റാൻ അവർക്ക് 2 ദിവസം പോലും വേണ്ടിവരില്ല എന്നവർ പറയുമായിരുന്നു. അതിനാൽ അവളെ ആരും സ്വീകരിച്ചില്ല. അവൾ എവിടെ പോയാലും എല്ലാവരും പറയുമായിരുന്നു, നിന്റെ ജ്ഞാനത്തിനായുള്ള ദാഹത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. നിനക്ക് ജ്ഞാനം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് നിന്നെ സ്വീകരിക്കാൻ കഴിയില്ല. നിന്നെ സ്വീകരിച്ചാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. കഥ പറയുന്നത് എന്തെന്നാൽ അവൾ ഒരു പഴുപ്പിച്ച ഇരുമ്പ് ദണ്ടെടുത്തു. എന്നിട്ട് തന്റെ മുഖത്ത് ഇരുവശങ്ങളിലും പൊള്ളിച്ച് അടയാളമുണ്ടാക്കി. അവൾ പറഞ്ഞു, ജ്ഞാനം എന്നത് ശരീരത്തെക്കാൾ ഉന്നതമായ ഒന്നാണ്. ജ്ഞാനം നേടുന്നതിന് എന്റെ ശരീരം ഒരു തടസ്സമാകുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ശരീരത്തെ ഇനി സുന്ദരമായി വെക്കേണ്ടതില്ല. ജ്ഞാനം നേടാനുള്ള നിബന്ധന ശരീരം സുന്ദരമാകരുത് എന്നതാണെങ്കിൽ ഞാൻ അതിന് സുന്ദരമായിരിക്കാൻ അനുവദിക്കില്ല. ഇത് തികഞ്ഞ അനീതിയാണ്. ഗുരുവിന്റെ ശിഷ്യന്മാർ മോശക്കാരായതിന് ശിക്ഷ അനുഭവിക്കുന്നത് ഈ പെൺകുട്ടിയാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിൽ നോക്കൂ. അവൾ പറയുന്നു, ഞാൻ എന്തിനു നീതിയെക്കുറിച്ച് സംസാരിക്കണം? എനിക്ക് ഈ ഒരു ജന്മമേയുള്ളൂ. എനിക്കൊരു മൃഗത്തെപ്പോലെ ജീവിക്കേണ്ട. എനിക്ക് ഉന്നതമായ കാര്യങ്ങൾ അറിയണം. എന്റെ ശരീരം ആകർഷകമായതുകൊണ്ടാണ് എനിക്ക് ഉന്നതമായ അറിവ് നേടാൻ കഴിയാത്തതെങ്കിൽ ഞാൻ ഈ ശരീരത്തെ ഇനി ആകർഷകമായിരിക്കില്ല.